രാജ്യചരിത്രത്തിലെ നീറുന്ന നോവാണ് ഭോപ്പാൽ വിഷവാതക ദുരന്തം. ജീവജാലങ്ങൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ കവർന്നെടുത്ത ഭോപ്പാൽ ദുരന്തം നടന്നിട്ട് 40 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതിന്റെ ദുരന്തം പേറിയായിരുന്നു ഇത്ര നാളും അവിടുത്തുകാർ ജീവിച്ചിരുന്നത്. എന്നാൽ ഇനി അങ്ങനെയല്ല. 1984-ൽ രാജ്യത്തെ നടുക്കിയ വിഷവാതക ദുരന്തത്തിന് ശേഷം വിഷവാതകത്തിൽ നിന്നും ഭോപ്പാൽ മോചനം നേടിയിരിക്കുകയാണ്. ദുരന്തം നടന്ന് 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഭോപ്പാൽ ഈ നേട്ടം കൈവരിക്കുന്നത്. വാതക ദുരന്തത്തിന് കാരണമായ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് 12 കണ്ടെയ്നർ ലോറികളിലാണ് അപകടകരമായ വിഷവസ്തുക്കൾ നീക്കം ചെയ്തത്. 337 മെട്രിക് ടൺ മാലിന്യങ്ങളും എടുത്തു മാറ്റിയിട്ടുണ്ട്. ഭോപ്പാലിൽ നിന്ന് പിതാംപൂരിലേക്കാണ് മാലിന്യങ്ങൾ മാറ്റിയത്. ആംബുലൻസുകൾ, അഗ്നിശമന സേന എന്നിവയുടെ അകമ്പടിയോടെ 250 കിലോമീറ്റർ ഹരിത ഇടനാഴി വഴിയാണ് വിഷമാലിന്യങ്ങൾ നീക്കം ചെയ്തത്. ഭോപ്പാലിൽ നിന്നും 50ഓളം പോലീസ് ഉദ്യോഗസ്ഥരും അകമ്പടി വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഏറ്റവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ഇത്. വിഷമാലിന്യങ്ങൾ ഭോപ്പാലിലെ ഉപയോഗശൂന്യമായ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിലാണ് സൂക്ഷിച്ചുവച്ചിരുന്നത്. 12 പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ലീക്ക് പ്രൂഫ്, ഫയർ റെസിസ്റ്റന്റ് കണ്ടെയ്നറുകളിലാണ് ഇത് നീക്കം ചെയ്തത്. 30 ടൺ മാലിന്യങ്ങളാണ് ഓരോ കണ്ടെയ്നറുകളിലായി നീക്കം ചെയ്യുന്നത്. രാസപ്രവർത്തനങ്ങൾ തടയുന്നതിനായി ജംബോ HTP ബാഗുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷിഫ്റ്റിംഗിന് മുന്നോടിയായി ഫാക്ടറിയുടെ 200 മീറ്റർ പരിധിയിലുള്ള പ്രദേശങ്ങൾ അടച്ചിരുന്നു. PPE കിറ്റുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് 30 ഷിഫ്റ്റുകളിലായി 200ഓളം തൊഴിലാളികളാണ് ഇതിന്റെ ഭാഗമായി ജോലി ചെയ്തത്. എന്നാൽ മാലിന്യങ്ങൾ എത്തിച്ചതോടെ പീതാംപൂരിൽ നിന്നും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇവിടെ സൂക്ഷിക്കുന്നതിന് പലതരം മാലിന്യങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കണമെന്നാണ് പ്രതിഷേധ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. മധ്യപ്രദേശിലെ ഏക അത്യാധുനിക സംസ്കരണ പ്ലാന്റാണ് പീതാംപൂരിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം റാംകി എൻവിറോ എഞ്ചിനീയർമാരാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. 30,000-നടുത്ത് ജീവനെടുത്ത മഹാവിപത്തായിരുന്നു 1984-ലെ ഭോപ്പാൽ ദുരന്തം. ഡിസംബർ 2-ന് ദുരന്തത്തിന്റെ 40-ാം വാർഷികം പിന്നിട്ടിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വ്യാവസായിക ദുരന്തങ്ങളിൽ ഒന്നാണ് ഭോപ്പാൽ ദുരന്തം. അമേരിക്കൻ സ്ഥാപനമായ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന കീടനാശിനി പ്ലാന്റിൽ നിന്നും 45 ടൺ അപകടകരമായ വാതകം മീഥൈൽ ഐസോസയനേറ്റാണ് ചോർന്നത്. ഈ വിഷവാതകം ഭോപ്പാലിലെ ജനവാസ മേഖലകളിൽ അപകടകരമായ രീതിയിൽ പടർന്ന് നിമിഷനേരം കൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീഴുകയായിരുന്നു. 1984 ഡിസംബർ 2-3 തീയതികൾക്കിടയിലെ അർദ്ധരാത്രിയിലാണ് പ്ലാന്റിൽ നിന്നും വിഷവാതകം ചോർന്നത്. ആയിരക്കണക്കിന് മനുഷ്യർ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് മരിച്ചു വീണു. ചിലർ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇന്നും മരിച്ചു ജീവിക്കുന്നു. അതിജീവിച്ച മനുഷ്യർ ശ്വാസകോശ രോഗങ്ങൾ, അർബുദം, അന്ധത, വിഷവാതകത്തിന്റെ സമ്പർക്കം മൂലമുണ്ടായ നിത്യരോഗങ്ങളുമായി ജീവിക്കുന്നു. അപകടത്തെ തുടർന്ന് മലിനമായ മണ്ണും വെള്ളവും കൊണ്ട് പ്രദേശവാസികൾക്ക് വിട്ടുമാറാത്ത അസുഖങ്ങളും ശാരീരിക വൈകല്യങ്ങളും ഉണ്ടായി.